രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരട്ടെ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നീ നശിച്ചു പോയത്. നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്തില്ലാത്തതോ, നിന്റെ കച്ചവടത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ ഭക്ഷണത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ സമ്പത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ ജീവിതത്തില് ബർക്കത്തില്ലാത്തതോ, നിന്റെ ദാമ്പത്യത്തില് ബർക്കത്തില്ലാത്തതോ, അതിന്റെ കാരണം എന്തെന്നറിയുമോ? നീ ചെയ്ത നന്ദികേടാ, നീ ചെയ്യുന്ന നന്ദികേടാ. നന്ദികേട് അല്ലാഹു പൊറുക്കൂല. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനോട് നന്ദികേട് ചെയ്യരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നന്ദികേട് കാണിച്ചതിന്റെ പേരിലാ കൊല്ലമായല്ലോ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ്, ഒരു ചെറിയ വൈറസ് കടന്നു വന്നോ, ലോകം മുഴുവനും തോറ്റുപോയല്ലോ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പടവുകൾ മുഴുവനും കടന്നിട്ട് അല്ലാഹുവേ ചന്ദ്രനിൽ പോയിട്ടുണ്ടല്ലോ. അതാ ഓരോ ഗ്രഹങ്ങളിൽ പോയി താമസിക്കാറുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം ഞങ്ങളുടെ കൈക്കീഴിലാണെന്നുള്ള അഹങ്കാരത്തോടെ ജീവിച്ചപ്പോ അല്ല കാണിച്ചു തന്നില്ലേടോ, അല്ല കാണിച്ചു തന്നില്ലേടാ. നീയൊക്കെ എന്റെ മുന്നിൽ ഒരു ചുക്കുമല്ലടാ, നീയൊക്കെ എന്റെ മുന്നിൽ ഒന്നുമല്ലടാ എന്ന് ലോകത്തെ മുഴുവനും അല്ലാഹു ഒരു കൊല്ലമായിട്ടിട്ട് വിറപ്പിക്കുകയാ. മരുന്ന് പോലുമില്ലല്ലോ. ഒരൊറ്റ ചെറിയ വൈറസ് കൊണ്ട് അമേരിക്ക മുതൽ ഈ കേരളം വരെ സർവ്വ രാജ്യങ്ങളെയും അല്ലാഹു വിറപ്പിച്ചല്ലോ. എന്തിനെന്നറിയുമോ? നീയൊക്കെ എന്റെ അടിമയാണെന്ന് കാണിച്ചു തന്നതാ. എന്റെയും നിങ്ങളുടെയും അഹങ്കാരവും നന്ദികേടും കൂടിയപ്പോ അല്ല നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നിന്റെ വീടിന്റെ അകത്ത് നാശം വന്നതോ, നഷ്ടം വന്നതോ, സമാധാനം പോയതോ, എല്ലാം നഷ്ടപ്പെട്ടു പോയതോ? അതിന്റെ കാരണമെന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ഇനി രക്ഷപ്പെടാനുള്ള 3 വഴി ഞാൻ പറയാ. ഇനി രക്ഷപ്പെടാനുള്ള 3 വഴി പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ല ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 വഴി പറഞ്ഞു തരാം. ചെയ്യുവോ? ചെയ്യുവോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് വീട് കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? നീ വണ്ടി എടുത്തിട്ട് എനിക്കെന്ത് കിട്ടാൻ? നിന്റെ കച്ചവടം നേരെയായി നിനക്കും പെണ്ണും പിള്ളയ്ക്കും കൊള്ളാം, എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഇനി വേണമെങ്കിൽ ഞാൻ പറയുന്ന 3 കാര്യം ചെയ്യൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഓ, പെൺപിള്ളേർക്ക് പിരിക്കാൻ സമയമായെന്ന് ചിന്തിച്ച് സിറാജ് പിരിക്കാൻ പോവാണെന്ന് വിചാരിച്ചോ? ഇല്ല, നിങ്ങൾ ആരും 5 നയാ പൈസ തരണ്ട, ഒരു കഷ്ടപ്പാടുമില്ല. 3 കാര്യം ചെയ്താൽ അള്ളാഹ് നിന്നെ സഹായിക്കും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ചെയ്യാന്ന് നിയത്തി ഇന്ന് വരുന്ന കൈവക്കി. അള്ളാഹുവെ, ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അള്ളാഹുവെ, പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. ആ ബഷീർക്ക് ആ നിൽക്കണ ചങ്ങായിമാർക്ക് ഇരിക്കാൻ കസേര ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് കയറിയിരിക്കടോ. എന്തിനാ അവിടെ ഇങ്ങനെ നിൽക്കണേ? നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ വിഷമം. സംഘാടകരെന്താ ബഷീർ സാറല്ലോ, ആ സംഘാടകർ ആ കസേര പറക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടിട്ടുള്ളൂ. ആ പാവങ്ങൾ അവിടെയെങ്കിലും ഇരിക്കട്ടെ. നിങ്ങൾ ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റിട്ട് ഈ സൈഡിലോട്ട് ഇരുന്ന് അവരെങ്കിലും ഇരിക്കുറോ? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി അല്ല സ്വർഗം തരും എന്ന് എഴുന്നേറ്റ് ബാക്കിൽ നിൽക്കുന്നവർ, ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റ് ഇങ്ങോട്ടും തിരുന്ന് ഈ ഒഴിഞ്ഞ കസേരയിലോട്ടൊന്ന് കയറിയിരി. നിങ്ങൾക്ക് അല്ല സ്വർഗം തരും. കാരണം അവർക്ക് ഇങ്ങോട്ട് വന്നിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ. ഒന്നും മാറിയിരിക്കും. അൽഹംദുലില്ലാ. 3 നന്മകൾ പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. 9:30 ആയോപ്പാ? 9:15 ഇൻഷാ അല്ലാഹ്. 3 നന്മകൾ, ഈ പറയുന്ന 3 നന്മകൾ ചെയ്താൽ നമ്മുടെ വീടിന്റെ അകത്ത് അള്ളാഹു നമുക്ക് ബറക്കത്തും സന്തോഷവും സമാധാനവും തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ചെയ്തൂടെ? ചെയ്തൂടെ? പറ ഇൻഷാ അല്ലാഹ്. പറ. ഇതിപ്പോ വേണ്ടേ? അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എല്ലാവരും അസൂയം പരതു, അസൂയക്ക് ഇതിന്റെ പേരിലാണല്ലോ. ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടതാ. ചിലർക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കാറുണ്ട്. നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ, വലിയ സമ്പന്നനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്നെയും അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാഹ്. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്നനാ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹ് എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാഹ്, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാഹ്. എപ്പോഴും ഈ ദുആയാ. പക്ഷെ ഈ മനുഷ്യൻ അബൂബക്കറിനെ പോലെ ആകുന്നില്ല.
അള്ളാഹു സമ്പത്ത് കൊടുക്കണില്ല. അപ്പൊ ഈ മനുഷ്യൻ ദുആ ചെയ്യാ, അള്ളാഹുവേ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അബൂബക്കറിനെ എന്നെ പോലെയെങ്കിലും ആക്കണേ അല്ലാഹ്. ഓനെ എന്നെ പോലെ എത്തിങ്ങാനിലാക്കി കാണിക്കാൻ നമ്മൾ ചിരിക്കണ്ട. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ. അള്ളാഹ് അവനെ പോലെ ആക്കണമെന്നല്ല, ഓനും കൂടെ ഒന്ന് എത്തിങ്ങാനിലായാൽ നമുക്ക് സന്തോഷം. നമുക്ക് അങ്ങനെയാണല്ലോ. അള്ളാഹു ആലം. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് വയലിലൊന്നും കാര്യമില്ലപ്പാ. അള്ളാഹു നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ. ഒരു വയലെന്ന് പറഞ്ഞാൽ ഓളവും ബഹളവും ഒന്നല്ല. ഈ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിയണം. അള്ളാഹു നമ്മുടെ വയലുകൾ അങ്ങനെയാക്കി തരുമാറാകട്ടെ. പണ്ട് ഞാൻ ഈ അടുത്തിങ്ങനെ വായിച്ചതാ, ഒരു പള്ളിയിലെ അച്ഛൻ, ക്രിസ്ത്യാനികളുടെ പള്ളിയിലെ അച്ഛൻ 30 വർഷം പള്ളിയിൽ വയലു പറഞ്ഞു. 30 വർഷം പള്ളിയിൽ വയലു പറഞ്ഞു. എന്നാൽ ആ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്, കള്ളുകുടിയനാ, ഭയങ്കര സ്പീഡാ. ഓട്ടോക്കാർ ഭയങ്കര സ്പീഡാ, കള്ളുകുടിയനുമാണ്, ഭയങ്കര സ്പീഡുമാണ്. അങ്ങനെ ഈ അച്ഛനും ഈ ഓട്ടോ ഡ്രൈവറും മരിച്ചു. രണ്ടുപേരും ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ഈ ഓട്ടോ ഡ്രൈവറായ കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോളെ. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്നെയല്ലേ ആദ്യം സ്വർഗത്തിൽ വിടേണ്ടത്? ഇവൻ കള്ളുകുടിയൻ, ഞാൻ 30 വർഷക്കാലം പ്രഭാഷണം നടത്തിയ ആളാ. 30 വർഷക്കാലം എൻ്റെ നാട്ടുകാരെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി പ്രസംഗം നടത്തി, എന്നെയല്ലേ ആദ്യം വിടണം. അപ്പം ദൈവം പറഞ്ഞു അത്രേ, അച്ഛാ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ എല്ലാവരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു, ആർക്കും എന്നെക്കുറിച്ച് ഓർമ്മയൊന്നുമില്ല. ഈ മനുഷ്യൻ 30 കാലം പ്രസംഗിച്ചപ്പോ, 30 വർഷം പ്രസംഗിച്ചപ്പോ കേട്ടവരൊക്കെ ഇരുന്ന് ഉറക്കം. അവർക്കൊന്നും ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തേ? ഇവൻ 120 പോണേ. ഇവൻ കള്ളും കുടിച്ചിട്ടുണ്ട്. കള്ളും കുടിച്ചിട്ട് ഇവൻ റോഡിലൂടെ, ഇവന്റെതാ റോഡെന്ന് പറഞ്ഞിട്ടാ പോണേ. അപ്പൊ ആര് ഓട്ടോയ്ക്കകത്ത് കയറിയാലും അള്ളാഹയെ വിളിക്കുക, ദൈവത്തെ വിളിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ. അതുകൊണ്ടാണ് ഇവൻ ആദ്യം വിട്ടേന്ന്. നമ്മുടെ വയൽ അങ്ങനെ ആക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, രക്ഷപ്പെടാനുള്ള 3 വഴികൾ, രക്ഷപ്പെടാനുള്ള 3 വഴികൾ അള്ളാഹു നമ്മുടെ ഈ മുഖത്ത് കണ്ട പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിഷമിക്കണ്ട. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫസല്ലിം യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, പടച്ചവൻ നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണോ? നിന്റെ വീട്ടിൽ ബറക്കത്ത് വേണോ? നിന്റെ കടയിൽ ബറക്കത്ത് വേണോ? നിന്റെ വാഹനത്തിൽ ബറക്കത്ത് വേണോ? നിന്റെ കച്ചവടങ്ങളിൽ ബറക്കത്ത് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് വീട്ടിലേക്ക് പോകുന്ന അനസിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ബുനയ്യ, ഈ പൊന്നുമോനെ, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിലേക്ക് ചെന്നാൽ, നീ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെന്നാൽ, നീ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് നീ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നീ സലാം പറഞ്ഞാ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറഞ്ഞത്? നീ വീട്ടിലേക്ക് ചെന്നാൽ നിന്റെ വീട്ടുകാരോട് നീ സലാം പറ, അല്ലാഹു നിനക്ക് രക്ഷപ്പെടുത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ചെല്ലുമ്പോ സലാം പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കിക്കേ, ഒന്ന് താഴ്ത്തിക്കേ. എങ്ങനാ സലാം പറയാ? അസ്സലാമു അലൈക്കും. സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ പിടിക്കേണ്ടത്? എങ്ങനെ സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പരിപൂർണമായിട്ട് പറയണം, പകുതി വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ സലാം പറ. നീ സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പലരും ആരാപ്പം മടിയ പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ സലാം പറയും? അല്ലേ, നാണക്കേട്.
ഇന്ന് വയലങ്ങാനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ബെല്ലടിക്കും. ആമിനാത്ത ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ടിവിയുടെ ഫ്രണ്ടില്ല, 10 മണി ആയതുകൊണ്ട് ഓളിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഓള് വെടികൊണ്ടതുപോലെ നിൽക്കുക. കാരണം ആദ്യമായിട്ട് നടക്കുക. എന്ത് പറ്റി അല്ലാ ഇങ്ങാർക്ക്? വല്ലതും കൂടിയോ? അതാ ചിരിക്കണ്ട, നീ വീട്ടിൽ പോയി പറഞ്ഞു നോക്ക്. കാരണം ഇന്ന് വരെ നീ പറഞ്ഞിട്ടില്ല. ഫോൺ വിളിച്ചാൽ തന്നെ ഹലോ. പെണ്ണുംപിള്ളയെ അപ്പൊ പറയൂ ഉസ്താദെ അറിയാത്ത നമ്പരല്ലേ. എടാ സ്വന്തം പെണ്ണുംപിള്ള വിളിക്കുമ്പോ സലാം പറയണ എത്ര പേരുണ്ട്? എടാ നിന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരുടെയും നമ്പര്. നീ വിളിക്കുമ്പോ വിളിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാം. മുസ്ലിമാണോ അമുസ്ലിമാണോ നിനക്കറിയാം. എന്നാലും നീ ഹലോ അതന്നെ. എന്നാ സലാം പറയാൻ എന്തേ പഠിക്കാത്ത? എന്തേ? അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. എന്തൊരു ദുആയ. വഅലൈക്കുമുസ്സലാം റഹ്മത്തുള്ളാഹി തആല. എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പേടിക്കണ്ട, ഓടിച്ചു വിടണ്ട. ഇങ്ങോട്ട് നോക്ക്. നാളെ നായി സ്വർഗത്തില. അസ്ഹാബുൽ കൗഫിന്റെ കഥയെടുത്ത് നോക്കിക്കേ. അസ്ഹാബുൽ കൗഫിന്റെ ചരിത്രം വായിച്ചു നോക്ക്. അസ്ഹാബുൽ കൗഫ് ആ ചെറുപ്പക്കാര് ഗുഹയിലേക്ക് വരുമ്പോ പുറകിലൊരു നായി വന്നെന്ന ഈ ചങ്ങായിമാര് ഓടിക്കുക. പോടാ നായി വരുമ്പോ കല്ലെടുത്തെറിയ. അപ്പൊ നായി ചോദിച്ചു എത്ര, നിങ്ങൾ എന്തിനാണ് എന്നെ ഓടിക്കണേ? നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണേ? ആ നായി നാളെ സ്വർഗത്തിലാണെന്ന. അസ്ഹാബുൽ കൗഫിന് കാവലിരുന്ന് വാഴ കേൾക്കാൻ വന്ന നായി അമ്പലത്തിന് അത് പൊക്കോളൂ. നിങ്ങൾ ആരും ചെയ്തില്ലല്ലോ. അള്ളാഹു നോക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വീടിന്റെ അകത്ത് കയറുമ്പോ സലാം പറ. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയുമോ? നീ ആളില്ലാത്ത വീട്ടിലേക്കാണ് പോകുന്നത്. നിന്റെ വീടടച്ചിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും നിന്റെ വീടിന്റെ അകത്തില്ല. നീ കട തുറക്കാൻ പോകുകയാണ്. കടയ്ക്കകത്താരുമില്ല. വണ്ടിക്കകത്ത് കയറുകയാണ്. അതിനകത്തൊരു മനുഷ്യനുമില്ല. എങ്കിലും നീ സലാം പറയണേ. രാവിലെ കട തുറക്കുന്ന സമയത്ത് നീ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എടാ നീ വീടിന്റെ അകത്താളില്ലെന്ന് പറഞ്ഞ് സലാം പറയാതെ ഇരിക്കരുത്. അവിടെ ഒരുപാട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. പടച്ചവനെ, നിന്റെ വീടിന്റെ അകത്തും നിന്റെ വാഹനത്തിന്റെ അകത്തും നിന്റെ കടയ്ക്കകത്തും നീ എവിടെ പോയാൽ ആളുണ്ടെങ്കിൽ പറയണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി ആളില്ലെങ്കിൽ നീ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ സലാം പറഞ്ഞാ അല്ലാഹു നിനക്ക് ബർക്കത്ത് തരും. നിനക്കും നിന്റെ വീട്ടുകാരിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്നിട്ട് പ്രവാചകം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലന്നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. മത്സരിക്കണം സലാം പറയാൻ. അവൻ എന്നോട് പറയട്ടെ, അവൻ എന്നോട് പറയട്ടെ, അവൾ എന്നോട് പറയട്ടെ എന്ന് കരുതരുത്. ആദ്യം സലാം പറയണേ, ആദ്യം സലാം പറയണേ. ആരാണോ ആദ്യം പറയുന്നത് പലർക്കും മടിയതാണ്. പിണങ്ങി നടക്കുന്നവനോട്, കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരനോട്, അയൽവാസിയോട് സലാം പറയാ പലർക്കും മടിയാണ്. അവൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് കരുതരുത്. ആദ്യം ആരാണോ സലാം പറയുന്നത്, ആദ്യം സലാം പറയുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള ഭാഗ്യമാ. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ പറയുന്ന 3 കാര്യങ്ങളെ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവേ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് സലാം പറയണം. എല്ലാരും ഒന്ന് സലാം പറഞ്ഞേ.
വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ ചെങ്ങാതി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് വൈകിട്ട് സീത രാമൻ്റെ ആരാന്ന് വെച്ചപ്പോൾ പറഞ്ഞ മറുപടി പറയരുത്. നിങ്ങളെല്ലാവരും സലാം ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേക്ക്, എഴുന്നേക്ക്, പൊക്കടാ ചങ്ങാതി പൊങ്ങ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സലാം വെറുതെ ആകത്തില്ലട്ടാ. സലാം പറഞ്ഞപ്പോൾ ചിലർക്ക് ചിരി, കോമഡി. എങ്കിൽ ഈ സലാം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം, നാളെ ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും. സ്വർഗത്തിൽ കിടക്കുന്നവനോട് അള്ളാഹു ചോദിക്കും, എന്താടാ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഇൽമിന്റെ സദസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ നരകത്തിലാ, ഞാൻ സ്വർഗത്തില്. എൻ്റെ കൂട്ടുകാരൻ അവൻ നരകത്തിലായിപ്പോയി, ഞാൻ സ്വർഗത്തിലായിപ്പോയി. എൻ്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷം വരിക? നിനക്ക് അത്രയും ഇഷ്ടമാണോ? അതേ പടച്ചവനെ, എന്നാ പോയി വിളിച്ചിട്ട് വാടാ. പറയും, പോയി വിളിച്ചിട്ട് വാടാ. ചിലപ്പോൾ ഇന്ന് സലാം പറഞ്ഞത് നാളെ അവിടെ ഉപകാരപ്പെടും. അള്ളാഹു അങ്ങനെയാക്കി തരുമാറാകട്ടെ. അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം എന്താ? നല്ലതുപോലെ പഠിച്ചോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറുസ്മല്ലാഹി അലൈക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തം വീടിൻ്റെ അകത്ത് ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ, കൈ താഴ്ത്തിയിട. ഈ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്തല്ല, ഡൈനിങ് ടേബിളിന്റെ ചുറ്റും പ്ലേറ്റ് വെച്ചിട്ട് തിന്നുന്നവരല്ല. ഒരു പ്ലേറ്റിന്റെ അകത്ത് നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിനക്ക് ബർക്കത്ത് കിട്ടും, കാത്തിരുന്നോ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെയാണ് പോയിന്റ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരിക്കും. എന്നാ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ 10 പ്ലേറ്റ് ഉണ്ടായിരുന്നോ വീട്ടിൽ? ഒരു നല്ല ബൈസൻ, മാഷാ അല്ലാ. നമ്മൾ ഇപ്പഴാ ബൈസനൊക്കെ പണ്ട് ചട്ടിയാ, ഇപ്പഴല്ലേ ബൈസൻ. പണ്ട് ഉമ്മ ചട്ടി, ഈ സിമെന്റ് കുഴക്കണ വിഷയം പോലെ ഉമ്മ ചട്ടിക്കകത്തിട്ടിട്ടൊരു കുഴയുണ്ടായിരുന്നു. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ഈ നാട്ടിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് അതാരുടെ വീടെന്നറിയുമോ? അതാരുടെ വീടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണ് ആകാശത്തിന്റെ കീഴില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീടാ. ആ വീട്ടിൽ ഒരിക്കലും ബർക്കത്തില്ലായ്മയുണ്ടാകില്ല. അവിടെ ബർക്കത്ത് അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തിന്നാറുണ്ടോ? പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ കഴിക്കും. ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കും. ഇന്നെവിടെ? സ്വന്തം പെണ്ണുമ്പുള്ള തന്നെ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. എന്തുകൊണ്ട്? സ്വന്തം ഭർത്താവിനെ പീഡിപ്പിച്ചെന്ന കേസ് ഒന്ന് അടിച്ചു വിരിഞ്ഞാൽ മതി. പിന്നെ ഏറ്റവും വലിയ എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ നോക്ക്, എടാ, കൂടപ്പിറപ്പുകൾക്കാടാ ഏറ്റവും വലിയ ശത്രുത, നാട്ടുകാർക്കല്ല. ഒരുത്തൻ നന്നാവുന്നത് ഇവന് തന്നെ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ട് കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് നമ്മുടെ ഉമ്മമാര് നമുക്ക് ചോറ് വരും. പടച്ചോനെ, ഉമ്മ ഇങ്ങനെ കുഴയ്ക്കും, കറിയും ചമ്മന്തിയും രസമൊക്കെ ഇട്ടങ്ങോട്ട് കുഴച്ചിട്ട് ഉമ്മ ഇങ്ങനെ ചോദിക്കും, വേണോടാ? ഓടിച്ചെല്ലും താവുമ്മ എന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചുപോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടോ? നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 വയസ്സ്, കൂടുതലൊന്നും വേണ്ട, ഒരു 5 or 6 വയസ്സുള്ള, ഒരു 4 or 5 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ചിട്ട് ചോറ് വാരി പാത്രത്തിൽ ഇട്ടിട്ട് ഇളക്കണം. കറിയും ചോറെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് ചോദിക്കണം, വേണോടാ? അവൻ പറയും, വാപ്പ തിന്നോളാൻ. കാരണം അവൻ വേസ്റ്റ് എന്നാ വിചാരിക്കണേ. ഉപ്പ കൈയിട്ടാ പിന്നെ ആര് തിന്നാൻ? നിങ്ങൾ ചിരിച്ചതല്ല, നിങ്ങൾ ചെയ്തു നോക്ക്. നിന്റെ മകന്റെ മുന്നിൽ വെച്ച് നീ ചോറിളക്കിയിട്ട് വേണോന്ന് ചോദിര്, അവന് വേണം. ഒരാള് കൈയിട്ട് തിന്നാൻ പാടില്ല.
സ്വന്തം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്തിന്? നീ തിന്നതിന്റെ ബാക്കി നിന്റെ പെണ്ണുമ്പോൾ തിന്നോ? നീ കഴിച്ചതിന്റെ ബാക്കി നിന്റെ ഭാര്യ തിന്നോ? തിന്നൂല്ല. കാരണം എന്തേ? അങ്ങനെ പഠിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാരിസിന്റെ മകൻ മുഹമ്മദ്, ബാക്കി എന്താ, മുഹമ്മദ് അമീൻ ഇവിടെ ഉണ്ടെങ്കിൽ, മുഹമ്മദ് അമീൻ എന്ന് പറഞ്ഞ മോനുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. മോൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ വണ്ടി ഇരുന്ന് വാല് കേൾക്കുന്നുണ്ട്. വാപ്പ ടെൻഷനൊന്നും അടിക്കേണ്ട, അവൻ സ്വർഗത്തിയുണ്ട്, നീ അവിടെ തന്നെ ഇരുന്നോ. വാപ്പ ടെൻഷനില്ല, മോനെ കാണുന്നില്ലെന്ന്. വാപ്പ പുറത്തും മോൻ സ്വർഗത്തിന്റെ മുന്നിലുവാ. അള്ളാഹു അവന്റെ കൈ പിടിച്ചു പോകാൻ വാപ്പയ്ക്ക് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ വീടിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോ മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ട്, മനസ്സുകൾ തമ്മിൽ അടുക്കുകയാ, സ്നേഹബന്ധങ്ങളുണ്ട്. ഉമ്മയാര, ഉപ്പയാര, കൂടപ്പുറപ്പാര, ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഉമ്മ അടുക്കളയിൽ, ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് അടുക്കളയിൽ, മകള് ടിവിയുടെ മുന്നിൽ, വാപ്പ ജോലിയും കഴിഞ്ഞ് എപ്പോഴെങ്കിലും വന്ന് തിന്നു. ഇതന്നെ, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹു നിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണോ, നാളെ രാവിലെ പോയിട്ട് നല്ല ഒരു ബൈസം വാങ്ങും. നല്ലൊരു ബൈസം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്ക്. നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. കഴിക്കാന്ന് നിയത്ത് ചെയ്യുന്നവരെ കൈവക്കിക്ക്. ഇന്ന് രാത്രി മുതൽ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു പഠിക്ക്. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിലൂടെ നിങ്ങൾക്ക് ബർക്കത്താണ്. 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ വീടിന്റെ ഐശ്വര്യം പോകാൻ, നിന്റെ കച്ചവടം മുഴുവനും നഷ്ടത്തിലാകാൻ, നീ ഇത്രയും പെട്ടെന്ന് ഒന്നുമില്ലാത്തവനാകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സഖത്തത്തുൽ ലുഖമതു അഹദികും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീബിയുടെ വീടിന്റെ അകത്ത് കടന്നു വരുമ്പോ ആയിഷ ബീബി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം പാത്രത്തിന്റെ താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊക്കെ വാടുകയാണ്, പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാത്ത വാടുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ആയിഷ, ആ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമല്ലോ. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് താഴെ വീടുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാറില്ലല്ലോ. അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാണല്ലോ. അത് വേസ്റ്റാണല്ലോ. നിന്റെ ദീനം തേടാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തേ പഠിപ്പിച്ചത്? ആ താഴെ വീണ ഭക്ഷണം നിന്റെ ഇടത് കൈ കൊണ്ടെടുത്തിട്ട് അത് നീ വൃത്തിയാക്കിയിട്ട് കഴിക്കൂ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ താഴെ വീണ ഭക്ഷണം നീ നിസാരമായി കാണരുത്. അങ്ങനെ നീ അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത്, അല്ലാഹു ചെയ്ത നിഅമത്താണടാ ഭക്ഷണം നിനക്ക് തന്നത്. ആ നിഅമത്തിനെ നീ, ആ നിഅമത്തായ ഭക്ഷണത്തിന് നീ നിസാരമായി കണ്ടപ്പോ, അതാ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണത്തെ നീ നിസാരമായിട്ട് അത് വേസ്റ്റായി നീ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ, താഴെ വീണ ഭക്ഷണം എടുക്കൂ. അത് അല്ലാഹു ചെയ്ത നിഅമത്താ, അത് നിനക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹമാ. അതിനെ നീ നിന്ദിച്ചാ അല്ലാഹു നിനക്ക് നഷ്ടം തരും ആയിഷ. നിന്റെ ജീവിതം ഇങ്ങനെയാകാൻ, എത്ര കിട്ടിയാലും തികയാത്തത്, തിന്നാ വയറ് നിറയാത്തത്, എടാ നീ സർവ്വതും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തന്ന റിസ്കിനെ നീ കളഞ്ഞതിന്റെ പേരിലാ. അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തിന് നീ
നിന്ദിച്ചതിന്റെ പേരിലാടാ അല്ല നിനക്ക് ഈ നഷ്ടം തന്നത്. അല്ല നിനക്ക് ഈ നഷ്ടം തന്നത്. താഴെ വീണ ഭക്ഷണമെടുത്ത് കഴിക്കാൻ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കളെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ? വാരിക്കളയുകയല്ലേ. എത്ര ഭക്ഷണമാ വാരിക്കളയുന്നത്? ആ കളഞ്ഞത് നന്ദികേടായിരുന്നടാ. ആ നന്ദികേട് കാണിച്ചത് കൊണ്ടാ അല്ല നിന്നെ ഇല്ലാതാക്കിയത്. അല്ല നീ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് റബ്ബ് തരുന്നത് നിർത്തിക്കളഞ്ഞത്. അല്ലാഹു തന്ന ബർക്കത്ത് തിരിച്ചെടുത്തത് നിന്റെ നാശത്തിന് കാരണമാ. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബിയാണ് കരഞ്ഞുകൊണ്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ എടുത്ത് കടിക്ക ആയിഷ, ഇല്ലെങ്കിൽ അല്ല നിന്നെ വെറുതെ വിടൂല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എത്ര ഭക്ഷണത്തെയാണ് നിന്ദിച്ചു കളഞ്ഞത്. താഴെ വീണ ഭാര്യയും മക്കൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ആ താഴെ വീണ ഭക്ഷണം അല്ല നിനക്ക് ചെയ്ത നിഅമത്തല്ലേ. ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാതെ എത്ര പേര് കഷ്ടപ്പെടുന്നു ലോകത്ത്. എത്ര പേര് കഷ്ടപ്പെടുന്നു. ആ സമയത്ത് താഴെ വീണത് നീ നിന്ദിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം അല്ലാഹു തിരിച്ചെടുത്തു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ബറക്കത്തേതില്ല. ആ താഴെ കിടക്കണ ചോറില എടുത്ത് കഴിക്കുക. ആ താഴെ വീണ ഭക്ഷണം ഇടത് കൈകൊണ്ട് വൃത്തിയാക്കിയിട്ട് നീ കഴിക്ക്. അല്ലാഹു നിനക്ക് ബറക്കത്ത് തരും. അല്ലാഹു നിനക്ക് അഭിവൃദ്ധി തരും. അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം കുറവാ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഇനി നിക്കാഹും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ നടക്കണം. 10 മണിക്ക് മുമ്പ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിൻ്റെ ബാക്കി 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം ഈ വരുന്ന 15-ാം തീയതി നിങ്ങളുടെ പരിസരത്ത് ഒരു സ്ഥലം ചെറിയ പറമ്പ് ഇൻഷാ അല്ലാഹ് അവിടെ വയലുണ്ട്. 15-ാം തീയതി വന്ന് കേട്ടാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടുത്തെ യതീമായ മക്കളെ ഞാൻ കണ്ടു. നല്ല മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാ അള്ളാഹു മക്കളെ സ്വാലിഹത്തുകളാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ 3 പെൺമക്കളുടെ നിക്കാഹ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുകയാണ്. 3 പെൺകുട്ടികളുടെ വിവാഹം ആരുടെ മുന്നിലും കൈനീട്ടാൻ വരുന്നില്ല. അതിൻ്റെ സ്വർണം മുഴുവനും ആ കുട്ടികൾക്കുള്ള സ്വർണം മുഴുവനും ഏതോ ഒരു മനുഷ്യ സ്നേഹി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ 2 പെൺകുട്ടികളുടെ നിക്കാഹ് ഇന്ന് ഇവിടെ വെച്ച് നടക്കാൻ പോകുകയാണ്. ഈ നിക്കാഹിൽ ഒരാളും എഴുന്നേറ്റ് പോകരുത്. കാരണം ഈ നിക്കാഹിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. വലിയ വലിയ പണക്കാരന്മാരുടെ മക്കളുടെ കല്യാണത്തിന് പോയി ഇരിക്കണ പോലെ അല്ലത്. യതീമായ ഒരു മകൾ, അവള് ചിന്തിക്കും, എനിക്ക് വാപ്പയില്ലെന്ന് ആരാ പറഞ്ഞേ, എനിക്കുപ്പയില്ലെന്ന് ആരാ പറഞ്ഞേ, എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നാൽ പോലും ഇത്രയും പേരുണ്ടാവൂല. എത്ര വലിയ ഭാഗ്യം കിട്ടിയ മക്കൾ. അവര് വിചാരിക്കുക, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വാപ്പ 4 പേരെ വിളിച്ചു ചെയ്യും. പക്ഷേ ഇന്ന് ആ പൊന്നുമോളുടെ നിക്കാഹ് നടക്കുമ്പോ എത്ര പേർ അള്ളാഹു ഇഷ്ടപ്പെട്ട എത്ര പേർ. അള്ളാഹു അതാണ് ഏറ്റവും വലിയ ഭാഗ്യ മക്കൾക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് അൽഹംദുലില്ലാ ഇവിടെ പഠിക്കുന്ന മക്കൾ, അവരെ ഓരോ ദിവസവും അവരുടെ ഭക്ഷണത്തിന്റെ കാര്യം വളരെ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ സമയമൊക്കെ വേറെ പിരിവൊന്നുമില്ലപ്പ. പാട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ റിസീവർമാരെ വെച്ചിട്ടുള്ള പിരിവുകളൊന്നും ഈ യതീംഖാനയ്ക്കില്ല. ഇതുപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ കൊടുക്കുന്നത് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒറ്റ പ്രതിഫലം ഞാൻ പറയാം. ഈ മദ്രസയിൽ പഠിക്കുന്ന ഓരോ യതീമായ മകളെയും നിങ്ങളെ കൊണ്ട് കഴിയണം. ഉസ്താദ് ഇവിടെ പഠിക്കുന്ന ഒരു മകൾ, ആ മകൾ എൻ്റെ മകളാ, ഞാൻ ഏറ്റെടുത്തേക്കാം. എൻ്റെ പൊന്നുമോളെ പോലെ എത്രയോ മക്കൾ എനിക്കുണ്ട്. ഞാൻ യതീമായ ഒരു മോൾ, അവൾക്ക് വാപ്പയില്ലെന്ന് ആരാ പറഞ്ഞത്, ഞാൻ എടുക്കാം. ആ യതീമായ കുട്ടിക്ക് വേണ്ട ചെലവ് ഞാൻ കൊടുക്കാം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് എടുക്കാൻ കഴിയുമോ? ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോള്, ആ പൊന്നുമോളെ ഉസ്താദേ എൻ്റെ സ്വന്തം മകളെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം, ആ മകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം ഉസ്താദ്, ആ പൊന്നുമോൾക്കുള്ള കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൈസ ഞാൻ തരാം. അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ? അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, നാളെ
പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരും യാത്ര പറയാൻ. അവിടുന്ന് യാത്ര പറയാൻ കടന്നു വരുമ്പോ നല്ലതുപോലെ യാത്രയാക്കിക്കോ നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാത്ര പോകുകയാണ്, യാത്ര പോകുകയാണ്. സഹാബികൾ കൂടെയുണ്ട്. എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്നു സലാം പറഞ്ഞു. യാത്ര പോകുമ്പോ റസൂലുള്ളാഹി പുറകെ നടന്നു പോവുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറകെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോയി. വാഹനത്തിന്റെ ചാരത്ത് ചെന്നപ്പോ റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുകയാ, റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് അത്ഭുതമായി, എന്തേ മുത്തുനബി എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? ഇതുപോലെ പ്രവാചകൻ ഇങ്ങനെ യാത്ര പറഞ്ഞിട്ടില്ലല്ലോ. യാത്രയ്ക്ക് പോകുമ്പോഴും റസൂലുള്ളാഹി എന്നെ ഇതുപോലെ യാത്ര അയച്ചിട്ടില്ല. ഇന്നെന്തേ ഒരു പ്രത്യേകത, ഇന്നെന്തേ ഒരു പ്രത്യേകത? റസൂലുള്ളാഹി അവിടുന്ന് യാത്രയാക്കുകയാണ്. പ്രവാചകൻ കെട്ടിപ്പിടിച്ചു. കാരണം ഇനി മയ്യത്തെ കൊണ്ടുവരൂ, ഈ സഹാബിനെ തിരിച്ചു വരില്ല, പോകുന്ന പോക്കിലും മരിക്കുകയാണ്. ജിബ്രീലാണ് വന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യാത്രയാക്കി തിരിച്ചു വരുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ഇന്നൊരു വല്ലാത്ത പ്രത്യേകത? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്. പ്രവാചകന് പറയാൻ കഴിയില്ലല്ലോ ഇനി ഈ സഹാബി തിരിച്ചു വരില്ലെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകുന്നു സഹാബ, ഈ പെൺമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ഈ യതീമായ മക്കളെ പോറ്റുന്നവർ, ഈ യതീഖാനയ്ക്ക് വേണ്ടി 1 രൂപ കൊടുക്കുന്നവർ, അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ യാത്രയാക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ മസ്ജിദുൻ നബവിയിൽ മുത്തുനബിയുടെ മുന്നിൽ ഒരു സഹാബി വരികയാ. ആരാ കടന്നു വരുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ. ജിബ്രീൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്വഹാബി, ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ സ്വഹാബി, മുത്തുനബി യാത്രയാക്കിയ സഹാബി റസൂലുള്ളാഹിയുടെ മുന്നിൽ ജീവനോടെ കയറി വന്നിട്ട് യാ റസൂലല്ലാഹ് മുത്തുനബിയോട് സലാം പറയുകയാ. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി, മുത്തുനബിക്ക് അത്ഭുതമായി. എന്തേ സംഭവിച്ചത്, എന്തേ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇവരിങ്ങനെ യാത്ര പോയപ്പോൾ വല്ലാത്ത ക്ഷീണമായി. എല്ലാവരും പറഞ്ഞു നമുക്കൊരിടത്ത് കിടക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. പടച്ചവനെ, അങ്ങനെ എല്ലാവരും ഒരു സ്ഥലം കണ്ടെടുത്തു. അതിന്റെ പരിസരത്തൊരു വീടുണ്ട്. സ്വഹാബികൾ ആ വീടിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാ, ഞങ്ങൾക്കൽപ്പം ഭക്ഷണം വെച്ച് തരുമോ? ഞങ്ങൾക്കൽപ്പം ഭക്ഷണം വെച്ച് തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് പറയുമ്പോ ആ ഉമ്മ റസൂലുള്ളാഹിയുടെ സഹാബത്തെന്ന് കേൾക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഭക്ഷണം വെച്ച് തരാ. എല്ലാവരും പോയി കിടന്നു. അവസാനം എഴുന്നേറ്റ് കഴിയുമ്പോ എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വഹാബികൾ പറഞ്ഞു, തങ്ങള് ആ കാണുന്ന വീട്ടിൽ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്. ആ പ്രായമുള്ള ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെച്ച് തരാൻ കഴിയില്ല. അവിടെ വേറെ ആരോ ഉണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആ സമയത്ത് ഉമ്മ പറയുകയാ, യതീമായ 2 പെൺമക്കളുണ്ട്. ഈ
വീടിന്റെ അകത്ത് പ്രായം ചെന്ന യതീമായ 2 പെമ്മക്കളുണ്ട്. എന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അവർക്ക് ഒരുപാട് വയസ്സായി കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാത്തത് കാരണം ആരും വരാറുമില്ല. യതീമായ 2 പെമ്മക്കള് വീടിന്റെ അകത്തുണ്ടെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അവിടത്തെ കണ്ണ് നിറയുകയാണ്. അവിടെന്ന് പറഞ്ഞു, ഉമ്മാ ഞാനുണ്ടുമ്മ, ഈ പെമ്മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. സഹാബികളോട് ചോദിച്ചു, ആരാ കെട്ടുന്നത്? ഈ യതീമായ 2 പെമ്മക്കൾ ആരാ വിവാഹം കഴിക്കുന്നത്? ഞാൻ തരാം ആവശ്യമുള്ള സമ്പത്ത്, ആർക്ക് വേണമെങ്കിലും കെട്ടാ, ഞാൻ തരാ സമ്പത്തെന്ന് പറഞ്ഞിട്ട് ആ 2 യതീമായ മക്കളെ കെട്ടിച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹിയോട് പറയുന്നേ, അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാണ്. അസ്റായീൽ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഈ 2 പെമ്മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് 2 പാവപ്പെട്ട യതീമായ മക്കൾക്ക് താൻ സമ്പത്ത് കൊടുത്തിട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അല്ലാഹു വിളിക്കുന്നു, അസ്റായീലേ റൂഹ് പിടിക്കണ്ട, തിരിച്ചു വന്നേക്കാൻ. റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ ആ 2 പെമ്മക്കളെ കെട്ടിച്ചു കൊടുത്തത് കാരണം ആ സ്വഹാബിക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു നബിയേ. ഇത് ചരിത്രവാ സഹോദരാ.